ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ ഒരു മാസം മുമ്പ് എടുത്ത നമ്മളെ അൾട്ടോ കാറാണ്. ഏകദേശം 2004 മോഡൽ 2029 വരെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് ഞാൻ എടുത്തത്. വണ്ടി കണ്ടീഷനും കാര്യമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. നമ്മൾ നോക്കി കുറേ തപ്പിയിട്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്. നമ്മൾ കുറേ നോക്കിനി, അപ്പോൾ വണ്ടി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഒന്നെങ്കിൽ അടിയിൽ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവും. അപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് എടുത്തൊരു വണ്ടിയാണ്. നമുക്കിതിൻ്റെ എൻജിൻ റൂം ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. എൻജിൻ റൂം ഇതാണ് നമ്മളെ എൻജിൻ റൂമിൻ്റെ അവസ്ഥ. കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് വണ്ടി അപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന്മേൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വയറും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഇതാക്കാനുണ്ട്, ഒതുക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ കാര്യമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. AC കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. AC കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് അതിൻ്റെ പമ്പാണ് കാണുന്നത്. അപ്പോൾ AC കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഉള്ളിലെ ബാക്കി കാര്യമൊക്കെ നോക്കാം. ഏകദേശം ഉള്ളിൽ നമ്മളെ ഈ ഒരു ലെവലിലാണ് ഉള്ളിൽ വരുന്നത്. നമ്മൾ സ്റ്റിയറിങ് അത്യാവശ്യം പവർ സ്റ്റിയറിങ് അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ടൈറ്റൊക്കെ ഉണ്ട്. സ്റ്റിയറിങ് കുറച്ചൊരു ടൈറ്റിൽ തന്നെയാണുള്ളത്. അതേപോലെ ചാവി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ചാവിയാണ്. ഒരു ചാവിയുള്ളൂ, ഒന്ന് നമ്മളെ ഡിക്കിൻ്റെ ചാവിയാണ്. സെൻട്രൽ ലോക്ക് വരുന്നത്, പക്ഷേ സെൻട്രൽ ലോക്ക് എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ആണ്. എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയില്ല. പഴയ മോഡലിലാണ് എൻ്റെ ലോക്കും കാര്യമൊക്കെ വരുന്നത്. AC കാര്യമൊന്നുമില്ല, പക്ഷേ ഫാന് വർക്കിംഗ് ആണ്. ഫാനും കുഴപ്പമൊന്നുമില്ല. ഫാനൊക്കെ വർക്കിംഗ് ആയിട്ട് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്കിംഗ് ഉണ്ട്. നമ്മളെ സെറ്റ് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ മോഡൽ സെറ്റായിരുന്നു ഇതിലുണ്ടായിന്. അതായത് ഓക്സ് കേബിളൊക്കെ കുത്തിയിട്ടുള്ളൊരു സെറ്റ്. പക്ഷേ എങ്കിൽ ആ സെറ്റ് ഒഴിവാക്കി നമ്മളെ പഴയ വണ്ടീൻ്റെ, അതായത് പഴയ വണ്ടി 800-ൻ്റെ ആ ഒരു അയിമൽ വെച്ചിന് ആ ഒരു സെറ്റ് എടുത്ത് ഇതിമേൽക്ക് സെറ്റ് ചെയ്ത് വെച്ചാണ്, ബ്ലൂടൂത്തും കാര്യമൊക്കെ കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ പഴയ സെറ്റാണ് ഇത്. പഴയ സെറ്റിൽ ഓക്സ് കേബിള് ആ കാര്യങ്ങളൊക്കെ കുത്താൻ കഴിയുന്ന ബ്ലൂടൂത്തോ കാര്യങ്ങളൊന്നും ഇല്ലേന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മളുടെ അടുത്തുള്ള പഴയത് തന്നെ ഓട്ടോ സ്റ്റാറിൻ്റെ ഒരു സെറ്റാണ് ഇതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹോണ് കാണിച്ചു തരാം. അതാണ്ടോ, ഇതാണ് ഇതിൻ്റെ ഹോൺ. വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഹോണിൻ്റെ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ കൈമിലുണ്ടായിനി. അപ്പോൾ സ്ലോ ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. ഇതിൽ ഒരു ഹോണേ വർക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ഒരു ഹോണ് ഒന്ന് റെഡി ആക്കാനുണ്ട്. അപ്പോൾ ഹോണിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹോണിൻ്റെ കംപ്ലയിൻ്റ്. അപ്പോൾ ഹോണും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വണ്ടിൻ്റെ ഏകദേശം രൂപം വരുന്നത്. ഇനി ഇതിൽ AC കണ്ടില്ല. AC കംപ്ലയിൻ്റ് ആണ്. ACൻ്റെ കംപ്രസറും കാര്യമൊക്കെ ഊരി വെച്ചതാണ്. നമുക്ക് ഇതിലേക്ക് AC കയറ്റാണ്ട്. അതേപോലെ തന്നെ ഫാനും കാര്യമൊക്കെ വർക്കിംഗ് ആണ്. അപ്പം ഇനി AC ഇതിലേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു കംപ്രസർ പുതിയത് വാങ്ങേണ്ടി വരും. പുതിയതല്ല, സെക്കൻഡ് പഴയത് ഒന്ന് നോക്കി വാങ്ങേണ്ടി വരും. അപ്പോൾ വാങ്ങിയിട്ട് വേണം ഇനി ACയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് ഈ വണ്ടീൻ്റെ. നമ്മൾ ഇതിൽ ചെയ്തത് കാര്യമായിട്ട് വർക്ക് ചെയ്തതെന്താണെന്ന് വെച്ചാൽ മൊത്തം കൂളിംഗ് ഒട്ടിച്ചാണ്. 4 ബാക്കും അതേപോലെ സൈഡ് 2ഉം നമ്മൾ കൂളിംഗ് ഒട്ടിച്ചാണ്. 100% കൂളിംഗ് നമ്മൾ ഒട്ടിച്ചാണ്. ഇനി നമ്മൾ ടയർ കണ്ടില്ലേ, ഏകദേശം കമ്പി കണ്ടിന് ടയർ. പക്ഷേ ടയർ ഇപ്പോൾ മാറ്റാക്കണം. എന്താണെന്ന് വെച്ചാൽ അലോയ് ഉണ്ട്. അലോയ്ക്കുള്ള ടയർ തപ്പാണ്. നമ്മളെ മുമ്പുള്ള ഒരു അലോയ് ഉണ്ട്. ആ അലോയ് ഇതിന്മേൽ കയറ്റാനുള്ളതാണ്. അപ്പോൾ അലോയ്ക്കുള്ള ടയർ ഇങ്ങനെ ജസ്റ്റ് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് 170/65/13 ആ ഒരു ടയറാണ്. അത്യാവശ്യം നല്ല വീതി തോന്നിക്കണം ആ ഒരു ടയർ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി തപ്പിങ് നടക്കുന്നുണ്ട്. ഏകദേശം സെക്കൻഡാണ് നമ്മൾ നോക്കണം, ഫ്രഷ് അല്ല. അപ്പോൾ സെക്കൻഡ് ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡിക്കി കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഡിക്കി കാര്യമൊക്കെ ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിക്കിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നമ്മളെ കംപ്രസറാണ്. കംപ്ലൈൻ്റ് ആയ കംപ്രസറും ACൻ്റെ കംപ്രസറും കാര്യമൊക്കെയാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് ആ കംപ്രസർ നന്നാക്കാൻ കഴിയുമോ നോക്കിയപ്പം നന്നാക്കാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പൊളി പോയിട്ട് നമുക്കൊരു കംപ്രസറും കാര്യമൊക്കെ വാങ്ങിയിട്ട് പുതിയൊരു കംപ്രസർ എടുത്ത് ആ ഒരു AC ഒന്ന് സെറ്റാക്കണം. AC പെട്ടെന്ന് സെറ്റാക്കണം. അതായത് ബാക്കിൽ നമുക്കൊരു സ്പീക്കറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ 2 ചെറിയ സ്പീക്കറേ ഉള്ളൂ. അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് അതിൻ്റെ ഫുൾ സെറ്റാക്കിയിട്ട് ഒരു സ്പീക്കറും കാര്യമൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ള വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് തീരുമാനിച്ച് മുന്നിലെ ബമ്പറൊന്ന് ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ബമ്പറിൻ്റെ ആ ഗ്രില്ലും റെഡി ആക്കാണ്ട്. അതേപോലെ ബമ്പർ ലിപ്പ് ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. ഫോഗ് ലാമ്പ് 2 ഉണ്ട്. അതിന് എന്താ കംപ്ലയിൻ്റ് ആണോ അറിയില്ല, ഏതായാലും കത്തുന്നില്ല. അപ്പോൾ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ട്. പിന്നെ കാര്യമായിട്ട് ചെയ്യാനുള്ള അലോയി നമുക്ക് ഏതായാലും ഇപ്പോൾ അടുത്ത് പെട്ടെന്ന് തന്നെ അലോയി കാര്യങ്ങളൊക്കെ കയറ്റും. എന്നിട്ട് വേണം വണ്ടി ഒന്ന് സെറ്റാക്കി ഇറക്കാൻ.
പിന്നെ പവർ സ്റ്റിയറിംഗ് കയറ്റണമെന്നുണ്ട്, അതും ഓക്കെ ആവും. ഏകദേശം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചത്.